ഇനി നോക്കൂ നിങ്ങൾ, ഇയാളോട് അടുത്തൊരു ചോദ്യം. ഇയാളുടെ മഫാസിൽ എന്നുള്ള പുസ്തകം ഇതാണ് എല്ലായിടത്തും കൊണ്ടു നടക്കുന്നത്. ഈ മഫാസിൽ ഇതിന്റെ ഒരു ചോദ്യം എന്താണ്? പാലുകാച്ചല്. ഈ വീട് താമസാക്കുമ്പോൾ ഒരു പാലുകാച്ചൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്, നമ്മളെ സമൂഹം ചെയ്യുന്നുണ്ട്. അത് എവിടുന്നാണ് വാസ്തവത്തിൽ വന്നത്? വീട് താമസാക്കുമ്പോൾ ഹൗസ് വാമിങ്. അപ്പോ ആദ്യമായിട്ട് പാല് കാച്ചാണ്. അടുപ്പത്ത് ആദ്യം തീ പൂട്ടിയിട്ട് ആദ്യം പാലാ കാച്ചുന്നത്. പാല് കാച്ചല് മാത്രമൊന്നുമല്ല, പാലിങ്ങനെ തിളച്ചിട്ട് ഇത് കവിഞ്ഞൊഴുകി അടുപ്പിലേക്ക് ഇങ്ങോട്ട് ഒഴുകണം. എവിടുന്ന് വന്ന സംസ്കാരം? ആര് പഠിപ്പിച്ചതാണിത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വീട് കൂടുമ്പോ നിങ്ങൾ പാല് കാച്ചണം, എന്നിട്ട് അത് തിളച്ച് അടുപ്പിലേക്ക് പോട്ടെ, സമൃദ്ധിയുടെ അടയാളമായിട്ട് എന്ന് പഠിപ്പിച്ചോ. തികച്ചും ഹൈന്ദവാചാരം ഈ സമൂഹത്തിലേക്ക് കടം കൊണ്ടതാണ്. അപ്പൊ ആ പാല് കാച്ചലിനെ സംബന്ധിച്ച് മൂപ്പരോട് ചോദിക്കുമ്പോ മൂപ്പര് പറയുന്നത് എന്താണെന്നറിയോ? അത് അങ്ങനെ പിന്നെ വീട് പാല് കാച്ചുന്നതിന് നല്ല സമയം നോക്കൽ നിർബന്ധമാണോ? പാല് കാച്ചിയയാള് വിധവയാണെങ്കിൽ കുഴപ്പമുണ്ടോ? ഭർത്താവ് മരിച്ച പെണ്ണാണെങ്കിലേ അവളല്ലേ ആദ്യമായിട്ട് പോയി പാല് കാച്ചുന്നു, ഒരു വല്ല കുഴപ്പമുണ്ടോ? ഉത്തരം, വീട് പാല് കാച്ചുന്നതിന് നല്ല സമയം നോക്കൽ നിർബന്ധമില്ല, പക്ഷേ നല്ലതാണ്. കേട്ടോ, ഇപ്പൊ എന്തായി? പാല് കാച്ചലുണ്ടെന്നും ആയി, സമയം നോക്കല് നല്ലതാണോന്നും ആയി. അതിന് അനുവാദം കൊടുത്തു. പിന്നെ മൂപ്പര് പറഞ്ഞു, ചില മതങ്ങളിലെ പോലെ വിധവയെ ഇസ്ലാം ദുശ്ശകുനമായി കാണുന്നില്ല. വിധവയോ കന്യകയോ എന്നതല്ല, വ്യക്തി തഖ്വയുള്ള ആളും ഇബാദത്തൊക്കെയുള്ള ആളാണോ നോക്കേണ്ടത്. അതിങ്ങളൊരു കാര്യം പറഞ്ഞു. പക്ഷെ അതിന്റെ ഇടയിൽ പറഞ്ഞു എന്ത്? പാല് കാച്ചുന്നതിന് നല്ല സമയം നോക്കൽ നിർബന്ധമല്ല, പക്ഷെ നല്ലതാണെന്ന് പറഞ്ഞാൽ സുന്നത്താണ്. അപ്പൊ പാല് കാച്ചലുണ്ട്, അതിന് ചില മര്യാദയുണ്ട് എന്നായി. ഇങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? തനിച്ച ഹൈന്ദവാചാരം ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക. അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾ സാധാരണ പറയുന്നത് എന്താണ്? അവര് ഹിന്ദു ധർമ്മ ക്വിസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഹിന്ദുക്കളുടേതായ വിശ്വാസങ്ങൾ പറയുന്ന ക്വിസ് മത്സരമാണ്. ചില ചോദ്യങ്ങൾ നമ്മൾ ഇറക്കലുണ്ട്. നമ്മൾ ഖുർആൻ ക്വിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കലുണ്ട്. എന്ന പോലെ ഹിന്ദു ധർമ്മ ക്വിസ് എന്ന് പറഞ്ഞിട്ട് അവരിറക്കിയ ഒരു ചോദ്യോത്തരത്തിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ പാല് കാച്ചൽ? അവര് പറയണേ, ഈ പാലിൽ നെയ്യ് അടങ്ങിയിരിക്കുന്നത് അദൃശ്യമാണ്. പാലിൽ നെയ്യുള്ളത് നമ്മൾ എന്ത് ചെയ്യൂല? കാണൂല, അത് കടഞ്ഞാലേ കിട്ടുള്ളൂ. അതുപോലെ നമ്മളിൽ അദൃശ്യമായി ലയിച്ചു കിടക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരനെ കണ്ടെത്താനുള്ള സന്ദേശമാണ് ഗൃഹപ്രവേശനത്തിലെ ആദ്യ ചടങ്ങായ പാലുകാച്ചലിലൂടെ നാം നിർവഹിക്കുന്നത്. അപ്പൊ ദൈവത്തെ കണ്ടെത്താൻ തന്നിൽ കുടിക്കൊള്ളുന്ന, പാലിൽ വെണ്ണ പോലെ തന്റെ ബോഡിയിൽ ലയിച്ചു കിടക്കുന്ന ഈശ്വരനെ കണ്ടെത്താനുള്ള ഒരു സന്ദേശമാണ് എന്ത്? പാലുകാച്ചലിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് അവര് പറയുന്നത്. അവരുടേതായ സംസ്കാരം. അതിന് ക്രിസ്ത്യാനികളും ചെയ്യുന്നു, മാപ്പിളാരും ചെയ്യുന്നു. എല്ലാവരും പാലുകാച്ചോ എന്ന് ചോദിക്കുന്നത്. ഈ രൂപത്തിലുള്ളൊരു സംസ്കാരം ഉണ്ടോ? കന്നിമൂലുണ്ടോ? നിങ്ങൾ കന്നിമൂലുണ്ടോ? വാസ്തുദേവനുണ്ടോ? ഒന്നുമില്ല. അതൊക്കെ വേറെ വിഷയമാണ് സഹോദരങ്ങളെ. ആ രൂപത്തിലുള്ള തനിച്ച അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിലേക്ക് പലരും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെന്താ അടിസ്ഥാനം? ഇവരല്ലേ ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണ്ടേ? ഇങ്ങനൊരു സംസ്കാരം നമുക്കില്ല എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? അതേ അവസരത്തിൽ അതിന് ഉണ്ട്, നിർബന്ധമൊന്നുമില്ല, സമയം നോക്കൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ നിങ്ങൾ. ഇയാളുടെ പുസ്തകത്തിൽ തന്നെ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് അറിയിക്കണം. ഇഴജന്തുക്കളുടെ ശല്യം. അപ്പൊ ഇഴജന്തുക്കളുടെ ശല്യം മാറാൻ ഇദ്ദേഹം പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതിൽ ഒന്ന്, വീട്ടിലും പരിസരത്തും ഇഴജന്തുക്കളുടെ ശല്യം വളരെ കൂടുതലാണ്, ഒരു പരിഹാരം പറഞ്ഞു തരാമോ? ഇതാണ് മൂപ്പരോട് ചോദിക്കുന്നത്. അപ്പോ പറയാണ്, സൂറത്തുൽ അഅറാഫ് നിത്യവും ഓതുന്ന വീട്ടിൽ പാമ്പിന്റെ ശല്യം ഉണ്ടാകുന്നതല്ല. ആരാ പറഞ്ഞത്? അതാണ് നമുക്ക് അറിയേണ്ടത്. പല ആളുകളും ഇത് വായിക്കുമ്പോൾ ചോദിക്കണത്, എന്തിനാ മൗലവിമാരെ നിങ്ങൾ ഇത് എതിർക്കുന്നത്? അള്ളാന്റെ ഖുർആനല്ലേ അല്ലെങ്കിൽ ഹദീസല്ലേ എന്നൊക്കെ പറയാണ്. ഇതിങ്ങനെ പറയാൻ ആർക്കാ അധികാരം? സൂറത്തുൽ അഅറാഫ് നിത്യവും ഓതുന്ന വീട്ടിൽ പാമ്പിന്റെ ശല്യം ഉണ്ടാകുന്നതല്ല. അള്ളാഹ് പറഞ്ഞോ? അഅറാഫ് സൂറത്ത് അവതരിപ്പിച്ചിരുന്ന റബ്ബ് പറഞ്ഞോ? അല്ലെങ്കിൽ ആ റബ്ബ് വഹി അറിയിച്ചു കൊടുത്ത നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവോ? അതല്ലെങ്കിൽ സഹാബത്ത് അങ്ങനെ ചെയ്ത് മാതൃക കാണിച്ചുവോ? ഇല്ല. അപ്പോ നിത്യവും
അറാഫ് സൂറത്ത് ഓതുന്ന വീട്ടിൽ പാമ്പിന്റെ ശല്യം ഉണ്ടാകൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബഖറ സൂറത്ത് ഓതാൻ പറഞ്ഞു. അൽ ബഖറ സൂറത്ത് ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് വിരണ്ടോടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നമുക്ക് ആ കാര്യത്തിന് വേണ്ടി പറയാമെന്നതല്ലാതെ നമ്മളുടെ വകയായിട്ടൊന്ന് ഉണ്ടാക്കുക. ആരാണ് ഇതിന് അധികാരം കൊടുത്തത്? അങ്ങനെ ഒന്ന് പാടുണ്ടോ? നമുക്കങ്ങനെ പറയാൻ പാടുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാത്രമല്ല, സൂറത്തുൽ അറാഫിലെ 88, 89 ആയത്തുകൾ പിഞ്ഞാണത്തിൽ എഴുതി വെള്ളം കൊണ്ട് മായിച്ച് ആ വെള്ളം വീടിന്റെ എല്ലാ ഭാഗത്തും തെളിക്കുക. പാമ്പ് പോകാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ ആയത്ത് എഴുതിയിട്ട്, ഇത് വിഞ്ഞാണത്തിൽ എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായിച്ച് ആ വെള്ളം വീടിന്റെ എല്ലാ ഭാഗത്തും തെളിക്കുക. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യാൻ മുമ്പിലുണ്ടാവും, നമ്മൾ ചെയ്യും. എപ്പോ? ഇത് മഹാനായ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിന് മടിയൊന്നുമില്ല, നമുക്കത് നിർവഹിക്കാം. പക്ഷേ ആരാണ് ഇയാൾക്ക് ഇതിന് അധികാരം കൊടുത്തത്? ആരാണ് ഈ രൂപത്തിലുള്ള പ്രശ്നം ഇങ്ങനെ പരിഹരിക്കണമെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞത്? ഒരു നിലക്കും അതിന് തെളിവുകളില്ല.